അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളെ ആകെ ഞെട്ടിച്ചു കളഞ്ഞ, വിഷമത്തിലാക്കിയ ഒരു മരണവാർത്ത 2 ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയകളിലും മറ്റും പ്രചരിപ്പിക്കുന്നത് പല സുഹൃത്തുക്കളും അയച്ചു തരികയും ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരമൊരു സന്ദർഭത്തിൽ ആ കുടുംബത്തിനോട്, ആ നാട്ടുകാരോട്, ആ വിഷമം ഏറ്റെടുക്കേണ്ടി വന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ക്ഷമയുടെയും സൗഹാർദ്ദത്തിൻ്റെയും എല്ലാവിധമായ വിധേയപ്പെടലിൻ്റെയും വർത്തമാനം പറയാനാണ് ഞാനിപ്പോൾ ശ്രമിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ അംഗീകരിച്ച് ജീവിക്കുവാനാണ് അല്ലാഹു നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത്. മംഗലാപുരം സ്വദേശികളായ തീർത്ഥഹള്ളിയിൽ അവർ പെരുന്നാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുടുംബക്കാരെ സന്ദർശിക്കാൻ പോകുന്ന സന്ദർഭത്തിൽ ഒരു തോണിയിൽ 4 സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവരായ സഹോദരങ്ങൾ, അതിൽ മുഹമ്മദ് ഫർഹാൻ 15 വയസ്സുകാരനാണ്, മുഹമ്മദ് ഫൈസൽ 18 വയസ്സുകാരനാണ്, മുഹമ്മദ് സഫ്വാൻ 20 വയസ്സുള്ള ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്ന സഹോദരനാണ്, 25 വയസ്സുള്ള ജോലി ചെയ്യുന്ന മുഹമ്മദ് ഇബാദ് എന്ന് പറയുന്ന സഹോദരങ്ങളും ഓരോരുത്തരും വെള്ളത്തിലേക്ക് വീഴുമ്പോൾ രക്ഷപ്പെടുത്താൻ വേണ്ടി സഹോദരങ്ങൾ ഓരോന്നായി രക്ഷകനായി ഇറങ്ങിയത് അവസാനം ഒരാൾ പോലും തിരിച്ച് ജീവിതത്തിലേക്ക് വരാൻ പറ്റാത്ത വിധം ഒരു വീട്ടുമുറ്റത്ത് നിന്ന് സഹോദരങ്ങളായ പ്രിയപ്പെട്ടവരായ മയ്യത്തുകൾ കൊണ്ടുപോകുന്ന അതിദയനീയമായ ആ കാഴ്ച കാണുമ്പോൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ചില ആയത്തുകളിലൂടെ സഞ്ചരിക്കാനാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി പറയാനുള്ളത്, ഞാനൊരു മയ്യിത്താണ്. കേൾക്കുന്ന നിങ്ങൾ ആശ്വസിപ്പിക്കപ്പെടേണ്ട ബന്ധുക്കളായ നാം ഓരോരുത്തരും മയ്യത്തുകളാണ്. എന്തിനെ സംബന്ധിച്ചാണ് നമ്മൾ ആശ്വാസം പറയേണ്ടത്? മറ്റൊരു മയ്യത്തിനെ സംബന്ധിച്ചാണ്. അപ്പോൾ കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും മരണത്തിൻ്റെ രുചി അറിയുക തന്നെ ചെയ്യും. ദാഇഖ് എന്ന പദം തന്നെ വായിലിട്ട് നാവിലൂടെ ചുണ്ടിലൂടെ പതുക്കെ പതുക്കെ രുചി അറിയുന്നതിനാണ് ആ പദം തന്നെ പ്രയോഗിക്കുന്നത്. അപ്പോൾ മരണത്തിൻ്റെ രുചി നാം ഓരോരുത്തരും കൃത്യമായും പൂർണ്ണമായും അറിയുക തന്നെ ചെയ്യും എന്ന പരിശുദ്ധമായ വാക്യം ഇവിടെ വളരെ പ്രസക്തമാണ്. ഞാൻ മയ്യിത്താണ്, കേൾക്കുന്ന നിങ്ങളും മയ്യത്തുകളാണ്. ഈ സംഭവം അനുഭവിക്കേണ്ടി വന്ന, നേരിടേണ്ടി വന്ന 4 വ്യക്തികളും മയ്യത്തുകളാണ്. അതുകൊണ്ട് ഇതെല്ലാം പ്രകൃതിയുടെ നിയമമാണ് എന്ന് ആദ്യമേ ആശ്വസിക്കുക എന്നുള്ളത് നാം ഓരോരുത്തരുടെയും കടമയാണ്. മറ്റൊരു കാര്യം രണ്ടാമതായി ഓർമ്മപ്പെടുത്താനുള്ളത്, സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് എല്ലാ വിഷയത്തിലും മാതൃകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരളിൻ്റെ കഷ്ണങ്ങളായ പ്രിയപ്പെട്ട മക്കൾ മരണപ്പെടുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഖാസിം റളിയല്ലാഹു അൻഹും അബ്ദുല്ലാ റളിയല്ലാഹു അൻഹും മരണപ്പെടുന്ന സമയത്തും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതെല്ലാം തരണം ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല, അവിടുന്ന് ജനിക്കുമ്പോൾ തന്നെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പിതാവ് ഇല്ലായിരുന്നു, അഥവാ യതീമായിട്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചത്. അവിടുന്ന് പറക്കമറ്റുന്ന സമയത്ത് മുമ്പേ പ്രിയപ്പെട്ട തണലായി താങ്ങായി കൂടെ നിന്ന ബീവി ആമിന റളിയല്ലാഹു അൻഹ യാത്രയായതും അവിടുത്തെ 6ാമത്തെ വയസ്സിലാണ്. പ്രിയപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ ശരീരത്തെക്കാളും എല്ലാം നമുക്ക് പ്രാധാന്യമുള്ള നബിയാണ്. നമ്മളുടെ എല്ലാം ആ ഹബീബായ തങ്ങൾക്ക് സമ്മാനമാണ്. ഫിദാക അബി വ ഉമ്മി യാ റസൂലല്ലാഹ്, ഞാൻ എൻ്റെ ശരീരത്തെക്കാളും സ്നേഹിക്കുന്ന എൻ്റെ മാതാപിതാക്കൾ അങ്ങക്ക് ദണ്ഡമാണെങ്കിൽ, അങ്ങക്ക് സമ്മാനമാണെങ്കിൽ എൻ്റെ ഈ ശരീരം അങ്ങക്ക് സമ്മാനമാണ് എന്ന് പറയപ്പെട്ടിട്ടുള്ള ഹബീബരായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹബിഹി വസല്ലമ തങ്ങൾ ഈ മേഖലകളിലൂടെയൊക്കെ സഞ്ചരിച്ച് ക്ഷമിച്ചും സഹിച്ചും നമുക്ക് മാതൃകയായി നമ്മുടെ മുമ്പിൽ പ്രോജ്വലിച്ച് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം സംഭവങ്ങൾ വരുമ്പോൾ നമ്മളെക്കാളും നാം സ്നേഹിക്കുന്ന മുത്തുനബിയുടെ ഈ സാഹചര്യത്തിലേക്ക് നാം ചിന്തിക്കുമ്പോൾ നമുക്കൊക്കെ ഇതത്രേ നിസ്സാരമാണ് എന്ന് നാം മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട ഖദീജ ബിബി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് താങ്ങും തണലുമായി നിന്നപ്പോൾ
അവിടുത്തെ വഫാത്തും അതുപോലെ തന്നെ അവിടുത്തെ പ്രതിവ്യനായ ശക്തരിൽ ശക്തനായ സയ്യിദു ശുഹദാ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹുവിനെ ഉഹദ് യുദ്ധത്തിൽ അവിടുന്ന് ഷഹീദായ സന്ദർഭത്തിലും അവിടുത്തെ അവയവങ്ങളെല്ലാം ഓരോന്നും പിഴുതെടുത്ത് പറിച്ചെടുത്ത് ചവച്ചരച്ച് തുപ്പുമ്പോൾ പോലും അതെല്ലാം നേരിട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ വിധിയിൽ ക്ഷമിച്ചവരാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്തുൽ ബഖറയിലെ 155-ാമത്തെ ആയത്ത് ഞാനിവിടെ ഓതുകയാണ്. എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന ആ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആ കുടുംബത്തിലെ ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്കിത് എത്തിച്ചു കൊടുക്കണം. പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. ഞാൻ നിങ്ങളെ പരിശോധിക്കുക തന്നെ ചെയ്യും. എന്തൊക്കെ കൊണ്ടാണ് അള്ളാഹുവിൻ്റെ പരിശോധന? അൽ ഖൗഫ്, ഭയം കൊണ്ട് നിങ്ങളെ പരിശോധിക്കും. വൽ ജൂഅ്, വിശപ്പ് കൊണ്ട്, വേനൽ കൊണ്ട്, മഴയില്ലാത്ത അവസ്ഥകൾ കൊണ്ട് അള്ളാഹു നിങ്ങളെ പരിശോധിക്കും. വനഖ്സിൻ മിനൽ അംവാൽ, നിങ്ങളുടെ സമ്പത്ത്, നാളെ കൊയ്യാനിരിക്കുന്ന വയലുകളും അതുപോലെ തന്നെ കൃഷികളും ഇന്ന് രാത്രി നശിപ്പിച്ചു കളയും. അല്ലെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് കിട്ടിയ സമ്പത്തിനെ അള്ളാഹു ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കി നിങ്ങളെ അള്ളാഹു പരിശോധിക്കും. വൽ അൻഫുസ്, നിങ്ങളുടെ ശരീരത്തെ, ബിൽ ഖത്ലി വൽ മൗതി വൽ അംറാൽ, മരണം കൊണ്ടോ കൊല കൊണ്ടോ അതുപോലെ തന്നെ രോഗങ്ങൾ കൊണ്ടോ നിങ്ങളെ നാം പരിശോധിക്കും. വസ്സമറാത്ത്, നിങ്ങളുടെ ഫലവർഗങ്ങൾ കൊണ്ട് അള്ളാഹു, അത് നശിപ്പിക്കൽ കൊണ്ട് അള്ളാഹു നിങ്ങളെ പരിശോധിക്കും. ഈ വസ്സമറാത്ത് എന്നതിൻ്റെ ആശയം നിങ്ങളുടെ സന്താനങ്ങളാണ്. നിങ്ങളുടെ വലിയ വലിയ മുതൽക്കൂട്ടായ സന്തോഷമായ കണ്ണിന് കുളിർമയുള്ള നിങ്ങളുടെ സന്താനങ്ങളെയാണ് അവിടെ അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്ന് മുഫസ്സിറുകൾ നമുക്ക് വ്യക്തമാക്കി പഠിപ്പിച്ചു തരികയാണ്. അങ്ങനെ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ വിവിധ തലങ്ങളിൽ നമ്മളിലേക്ക് വന്നടിക്കുന്ന സമയത്ത്, അത് വന്ന് കേൾക്കുന്ന സമയത്ത്, ആദ്യമായി ആ വാർത്ത കേൾക്കുന്ന സമയത്ത്, അള്ളാഹുവിൻ്റെ ബലാ വന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് തറക്കുന്ന സമയത്ത്, ആ സമയത്തുള്ള ക്ഷമയാണ് യഥാർത്ഥ ക്ഷമ. അള്ളാഹുവിൻ്റെ ഖുർആൻ തുടരുന്നു, വബശ്ശിരിസ് സ്വാബിരീൻ അലൽ ബലാഇ ബിൽ ജന്ന. ഓ നബിയേ, ആ ബലാഇന്റെ മേൽ, ആ ദുർവിധിയുടെ മേൽ ക്ഷമിച്ചതിന്റെ പേരിൽ സ്വർഗം കൊണ്ടവർക്ക് അങ്ങ് സന്തോഷ വാർത്ത അറിയിക്കുക. അല്ലദീന ഇദാ അസ്വാബതുഹും മുസീബ, എങ്ങനെയുള്ളവരാണ് അവർ? ഇദാ അസ്വാബതുഹും മുസീബ, അവർക്കൊരു മുസീബത്ത് വന്നു കഴിഞ്ഞാൽ ഖാലൂ, അവർ അത് കേൾക്കുമ്പോൾ തന്നെ പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവർ തർജീഅ് ചൊല്ലുകയാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ, മനിസ്തർജഅ ഇൻദൽ മുസീബത്തി ആജറഹുല്ലാഹു ഫീഹാ വഅഖ്ലഫല്ലാഹു അലൈഹി ഖൈറാ. ആരെങ്കിലും മുസീബത്തിന്റെ ആദ്യ സന്ദർഭത്തിൽ ഒരു വിഷമം, ഒരു പ്രയാസം, ഒരു ബലാ, ഒരു മരണവിവരം, ഒരു അപകടം അത് കേൾക്കുന്ന സമയത്ത്, അത് വന്നടിക്കുന്ന ആദ്യത്തെ സമയത്ത് തന്നെ അവൻ്റെ അധരങ്ങളിൽ നിന്ന് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞാൽ ആജറഹുല്ലാഹു ഫീഹാ, അല്ലാഹു സുബ്ഹാനഹു തആല അതിൽ അവന് പ്രതിഫലം നൽകും. വഅഖ്ലഫല്ലാഹു അലൈഹി ഖൈറാ, ആ ഒരു കാര്യത്തിന് പകരമായി അല്ലാഹു അവന് ഖൈറ് നൽകും, അതിന് പകരമായി അള്ളാഹു അതിന് വേറെ പ്രതിഫലം നൽകും എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഫമൻ റളിയ ബിഅഹ്കാമില്ലാഹി വസബറ അലാ മാ അസാബഹു ഫലഹു റിളാ മിനല്ലാഹ്, അവന് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് തൃപ്തി ലഭിക്കുകയാണ്. ആരെങ്കിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ തൃപ്തിപ്പെടുകയും ക്ഷമിക്കുകയും ചെയ്താൽ, അവന് സംഭവിച്ച മുസീബത്തിൽ അവൻ ക്ഷമിക്കുകയും ചെയ്താൽ അള്ളാഹു അവന് തൃപ്തി കൊണ്ട്, അള്ളാഹുവിൻ്റെ റിളാ കൊണ്ട് അള്ളാഹു. ഉള്ള സഹോദരങ്ങളെ, ഹബീബരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അവിടുത്തെ വിളക്ക് അണഞ്ഞു പോയപ്പോൾ തങ്ങളുടെ വിളക്ക് അത് അണയപ്പെട്ടു, അത് അണഞ്ഞുപോയി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞപ്പോൾ ഫഖാലത്ത് ആയിഷത്തു, ആയിഷ ഉമ്മ പറയുകയാണ് റളിയല്ലാഹു അൻഹാ, ഇന്നമാ ഹാദാ മിസ്ബാഹ്, ഓ നബി അതൊരു വിളക്കല്ലേ, അത് അണഞ്ഞതിന് എന്തിനാണ് ആ ദിക്ർ ചൊല്ലുന്നത്?
അപ്പോൾ ഹബീബരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കുല്ലുമാ അസാഅൽ മുഅ്മിനി ഫഹുവ മുസീബത്തുൻ. ഒരു മുഅ്മിനായ മനുഷ്യന് സംഭവിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ ബലാഅകളും അത് മുസീബത്തിന്റെ ഗണത്തിൽ പെടുകയാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് പ്രകാരം അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ, ഒരു മുസീബത്ത്, ഒരു ബലാ അവരേക്ക് വന്നു കഴിഞ്ഞാൽ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അവർ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തിയിൽ, അള്ളാഹുവിന്റെ വിധിയിൽ അവർ തൃപ്തിപ്പെടുകയാണ്. യഫ്അലു ബിനാ മാ യശാ. എന്താണ് അതിന്റെ അർത്ഥം? യഫ്അലു ബിനാ മാ യശാ, അള്ളാഹു ഉദ്ദേശിച്ചത് നമ്മളെ കൊണ്ട് അവൻ പ്രവർത്തിക്കും. അവൻ നമുക്ക് രോഗം തരുമായിരിക്കും, അവൻ നമ്മളുടെ പിതാവിനെ, മാതാവിനെ, പ്രിയപ്പെട്ട മക്കളെ മരണപ്പെടുത്തുമായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ അവയവങ്ങൾ നഷ്ടപ്പെടുന്ന രോഗങ്ങൾ വരും, അപകടങ്ങൾ വരും, വിശപ്പ് വരും. ഭരണകർത്താക്കൾ കൊണ്ട് അള്ളാഹു നമുക്ക് പരീക്ഷണം നൽകും. അങ്ങനെ ഈ ദുനിയാവിൽ അള്ളാഹു നമ്മളെ കൊണ്ട് എന്ത് പ്രവർത്തനം നടത്തിയാലും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞുകൊണ്ട്, റബ്ബേ നിന്റെ വിധിയിൽ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു, ഞങ്ങളെല്ലാം നിനക്കുള്ളവരാണ്, ഞങ്ങളെല്ലാം നിന്നിലേക്ക് മടങ്ങുന്നതാണ് എന്ന അർത്ഥത്തിലുള്ള ആ ആയത്ത്, ആ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ വബശ്ശിരിസ് സ്വാബിരീൻ, ക്ഷമിച്ചവർക്ക്, ക്ഷമാശീലർക്ക് നബിയെ അവിടുന്ന് സന്തോഷ വാർത്ത അറിയിക്കണം. അങ്ങനെ ആരെങ്കിലും ക്ഷമിച്ചാൽ, എൻ്റെ പ്രിയമുള്ള ആ 4 ബാല്യങ്ങളുടെ കുടുംബക്കാരെ, പ്രിയപ്പെട്ടവരെ, ഉലൈക അലൈഹിം സ്വലവാത്തുൻ, അങ്ങനെ ക്ഷമിച്ചവർക്കാണ് അള്ളാഹു മഗ്ഫിറത്ത് നൽകുന്നത്. മിർ റബ്ബിഹിം വറഹ്മ, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് നിഅമത്തും മഗ്ഫിറത്തും റഹ്മത്തുമെല്ലാം അങ്ങനെ ക്ഷമിച്ചവർക്കാണ് ഉള്ളത് എന്ന് പരിശുദ്ധമായ ഖുർആൻ. വ ഉലൈക ഹുമുൽ മുഹ്തദൂൻ, അവരാണ് അള്ളാഹുവിന്റെ പ്രതിഫലം ലഭിച്ച ആളുകൾ എന്ന അർത്ഥം വരുന്ന ആയത്തിലൂടെ അള്ളാഹു ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുടുംബങ്ങളെ, ഇത്തരം ആപത്തുകൾ, ഇത്തരം വിപത്തുകൾ, പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ വരുമ്പോൾ മനുഷ്യ സഹജമായി നമുക്ക് വിഷമമുണ്ടാ എങ്കിലും, അതേ നമുക്ക് പ്രയാസമുണ്ട് എങ്കിലും, ഒരു വീട്ടുമുറ്റത്ത് നിന്ന് 4 മയ്യത്തുകെട്ടുകൾ കൊണ്ടുപോകുന്ന രംഗം, എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എങ്ങനെയാണ് ആ നാട്ടുകാരതിന് നേരിട്ടത്, എങ്ങനെയാണ് ആ വീട്ടുകാരത് നേരിട്ടത്, എങ്ങനെയാണ് ആ മാതാപിതാക്കൾ അത് സഹിച്ചത്, എങ്ങനെയാണ് ആ സഹോദരങ്ങളുടെ കൂട്ടുകാരത് സഹിച്ചത്. വല്ലാത്ത വേദനയാണ്, പ്രയാസമാണ്, പ്രതിസന്ധിയാണ്. പക്ഷേ ഇതെല്ലാം അള്ളാഹുവിന്റെ തീരുമാനമാണെന്ന് പറഞ്ഞ് ആര് ക്ഷമിച്ചോ, ആര് സഹിച്ചോ, അവർക്ക് അള്ളാഹുവിന്റെ പ്രതിഫലം സ്വർഗമായി ലഭിക്കുന്നതാണ്. അള്ളാഹു നമുക്ക് എല്ലാ വിപത്തുകളും ക്ഷമിക്കാനും സഹിക്കാനും പൊറുക്കാനും അള്ളാഹുവിനോട് പൂർണ്ണമായി വിധേയപ്പെടാനുമുള്ള മനസ്സ് നൽകുമാറാകട്ടെ. ഏതൊരു വിഷയമുണ്ടെങ്കിലും ആദ്യത്തെ സമയത്ത് തന്നെ ക്ഷമിക്കണം. നമ്മൾ തലയിട്ടടിച്ച് അള്ളാഹുവിൻ്റെ വിധിയിൽ ശപിച്ച് അങ്ങനെ അവസാനം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ക്ഷമയല്ല. മറിച്ച് അത് കേൾക്കുന്ന സമയത്ത് തന്നെ, ആ മുസീബത്ത് നമ്മുടെ ഹൃദയത്തിൽ വന്ന് അടിച്ച് നമ്മളെ തകർക്കുന്ന സമയത്ത് തന്നെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞ് ക്ഷമയുടെ വർത്തമാനം നാം ഉച്ചരിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഹബീബരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കൊച്ചു കുട്ടിയുടെ ജനാസ ഖബറിലേക്ക് എടുക്കുമ്പോൾ അവിടുത്തെ കണ്ണുകൾ സജലമായി പോയപ്പോൾ സഹാബികൾ ചോദിച്ചു, നബിയെ അവിടുന്ന് ഒരു പ്രവാചകരല്ലേ? അപ്പോൾ പറഞ്ഞു, ഞാനും ഒരു മനുഷ്യനാണ്, എൻ്റെ മനസ്സിലും സ്നേഹമുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മുടെ കണ്ണെന്ന് നനയുന്നത് കൊണ്ട് വിഷയമില്ല. നമ്മുടെ കണ്ണ് അതാ സജലമാകുന്നത് കൊണ്ട്, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കരയുന്നത് കൊണ്ട് പ്രയാസമില്ല. അങ്ങനെ കരയുന്നതിൻ്റെ ഇടയിലും നാം ക്ഷമിക്കാൻ പഠിക്കണം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളുടെ സമയവും സമ്പത്തും ആയുസ്സും നഷ്ടപ്പെടുന്ന രോഗങ്ങളിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട സന്താനങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നത് ഒരുപക്ഷെ പലർക്കും പല ആഗ്രഹങ്ങളാണ്. അതിൽ ഏറ്റവും വലിയ ആഗ്രഹം, റബ്ബേ എൻ്റെ മയ്യത്ത് ചുമന്നു കൊണ്ടുപോകേണ്ട എൻ്റെ മകനാണ്, എൻ്റെ മയ്യത്ത് നിസ്കരിക്കാൻ അവന് യോഗ്യതയുണ്ടെങ്കിൽ മുന്നിൽ നിൽക്കേണ്ടവൻ, അല്ലെങ്കിൽ അതിന് ഉത്തരവാദിത്വമുള്ളവൻ അവനാണ്. എൻ്റെ ഖബറിൻ്റെ അടുക്കൽ വന്ന് ദുആ ചെയ്യേണ്ട എൻ്റെ മാനാൻ. അതിനു പകരം അവൻ്റെ മയ്യത്തിന് നമ്മൾ നിസ്കരിക്കുന്നൊരു ഗതികേടി വന്നാൽ
ആ മകന്റെ ഖബറിന്റെ അടുക്കൽ പോലീസ് സലാം പറഞ്ഞ് അവന് വേണ്ടി ദുആ ചെയ്യുന്ന ഒരു വിധി വന്നു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു വേദനയാണ്. അള്ളാഹു ആ കുടുംബത്തിന് ആ മക്കളെക്കാളും ഖൈറായ സന്താനങ്ങളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ മുസീബത്തുകളിൽ നിന്നും ബലാകളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു എല്ലാ നിലയിലും നമുക്ക് സമാധാനവും സുരക്ഷിതത്വവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.